പശ്ചിമേഷ്യൻ സംഘർഷം മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ സമാധാനത്തിനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതല്ലാതെ ഇതുവരെയും യുദ്ധത്തിൽ നിന്നും പിന്തിരിയാൻ ഇറാൻ തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, വിശുദ്ധിയുടെ റംദാൻ മാസത്തിൽ സംഘർഷം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ ആശങ്കയും പ്രതിസന്ധിയുമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം റംദാനിലെ അവസാന വെള്ളിയാഴ്ച ദിവസമാണ്, അതായത് ഈ റമദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ദിവസമാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത്. ഈ ദിവസമാകട്ടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ദേശീയ സുരക്ഷാ സമിതി മേധാവിയായ അലി ലരിജാനി ആകട്ടെ എന്നിവർ ടെഹ്റാനിൽ ജനങ്ങൾക്കിടയിലൂടെ തന്നെ നടന്നു നീങ്ങുന്ന ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇവരാകട്ടെ ഒരു സൈനികരുടെ അകമ്പടിയോ പിന്തുണയോ ഇല്ലാതെ തന്നെയാണ് ഇസ്രയേലിനെ കടുത്ത ഭാഷയിൽ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇവർ ഒരു കൂസലുമില്ലാതെ ഇത്തരത്തിൽ ഇറങ്ങി നടന്നിരിക്കുന്നത്. തങ്ങൾക്കാരെയും പേടിയില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ ഏകപക്ഷീയമായി തന്നെ വലിയ രീതിയിൽ ഇത്തരമൊരു ശ്രമം നടത്തിയതെന്ന ആക്ഷേപം ഉയർന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരമൊരു ആക്ഷേപം ഉയർന്നു കേൾക്കുകയാണ്. തങ്ങൾക്ക് ആരെയും പേടിയില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാകാം ഇത്തരത്തിൽ ഈ ഒരു പ്രവൃത്തി ഇവർ ചെയ്യുന്നതെന്ന ആക്ഷേപങ്ങൾ ഉയർന്നു കേൾക്കുകയാണ്. മാത്രമല്ല, പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനി ആകട്ടെ ഒരു പൊതുപരിപാടിയിൽ പോലും ഇതുവരെയും പ്രത്യക്ഷപ്പെട്ടില്ല. മാത്രമല്ല, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ പോലും സ്ഥിരീകരിക്കാത്ത അഭ്യൂഹങ്ങൾ ഇവിടെ പുറത്തു വരുന്നതും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയാണ് ഇവിടെ ഉടലെടുത്തിരിക്കുന്നത്. ഇത് തള്ളിക്കളയാനാകില്ല എന്ന് വ്യക്തമാക്കുന്നു. അതേപോലെ പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാവുന്നതിനിടയിൽ തന്നെ റമദാനിലെ അവസാന വെള്ളിയാഴ്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെൻഷ്കിൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, ദേശീയ സുരക്ഷാ സമിതി മേധാവിയായ അലി എന്നിവർ ടെഹ്റാനിൽ ജനങ്ങൾക്കിടയിലൂടെ തന്നെ നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഭൂഗർഭ അറകളിൽ ഭീതിയോടെ ഒളിച്ചിരിക്കുകയാണ് എന്നതായിരുന്നു US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സത്തിന്റെ അവകാശവാദങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് സൈനികരുടെ പിന്തുണയില്ലാതെ തന്നെ തങ്ങൾക്ക് ഇവിടെ വളരെയധികം ലാഘവത്തോടു കൂടി തന്നെ സംസാരിച്ച് നടക്കാൻ സാധിക്കുമെന്ന രീതിയിൽ ഇവിടെ വെല്ലുവിളി നടത്തിക്കൊണ്ട് തെരുവിലൂടെ നടക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. തങ്ങളുടെ ആ ഒരു നേതാക്കൾ, അതായത് ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടെന്നും നിങ്ങളുടെ നേതാക്കൾ ഇവിടെ എപ്പിസ്റ്റീൻ ദ്വീപിൽ ഒളിച്ചിരിക്കുകയാണ് എന്നതാണ് വലിയ പരിഹാസത്തോടു കൂടി തന്നെ ഇറാന്റെ വിദേശകാര്യ സുരക്ഷാ സമിതി മേധാവി വലിയ രീതിയിൽ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ആളുകളോട് സംസാരിച്ചതും ജനങ്ങൾക്കൊപ്പം ചിത്രങ്ങൾ എടുത്തതും അഭിവാദ്യം ചെയ്യുന്നതും മുന്നോട്ട് പോകുന്ന ഇറാൻ നേതാക്കളുടെ ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ ഉടനീളം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. റംദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയായിരുന്ന ഇന്നലെ ടെഹ്റാനിൽ നടന്ന റാലിയിലാണ് അമേരിക്കയും ഇസ്രായേലിനുമെതിരെ തന്നെ മുദ്രാവാക്യങ്ങൾ വിളിച്ചതും അതേപോലെ തന്നെ പാലസ്തീൻ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതും, അതായത് അത്തരമൊരു പരിപാടിയിൽ ഇവർ പങ്കെടുത്തതായി തന്നെ സൂചിപ്പിക്കുന്നത്. ടെഹ്റാനിൽ കനത്ത ആക്രമണമാണ് നടത്തുന്നതെന്ന അമേരിക്കയുടെ വാദങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ നിരവധി പേർക്കൊപ്പം തന്നെ നീങ്ങുന്ന ഇറാൻ നേതൃത്വത്തിന്റെ വീഡിയോ പുറത്തു വരുന്നത്. ഇറാന്റെ ജുഡീഷ്യറി തലവനായ ഖോലം ഹുസൈൻ ആകട്ടെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ഇറാന്റെ ഭരണ സമുച്ചയത്തിൽ അവിടെ നിർണായക പങ്ക് വഹിക്കുന്ന 3 പേരിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവിനെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നവർക്ക് വൻ പ്രതിഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ആയിട്ടുള്ള മുജ്തബ ഖൊമേനി ഉൾപ്പെടെയുള്ള മുതിർന്ന ഇറാനിയൻ സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വിവരങ്ങൾ അത് നൽകുന്നവർക്ക് അമേരിക്ക $10 ലക്ഷം, അതായത് ഏകദേശം 92 കോടി രൂപയിലധികം വാഗ്ദാനം ചെയ്തിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.